ദ്വീപിനെ പറ്റി അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ദ്വീപിന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. പക്ഷെ എംപിമാരാകുന്ന ആൾക്കാർക്ക് പോലും അത്ര ഭയങ്കര ദയനീയാവസ്ഥയാണ്. മ്യൂസിയം ഫൈസലാണെങ്കിലും ഹംദുള്ളാണെങ്കിലും സാദിഖാണെങ്കിലും ചിൽക്കൂട്ടിൽ കുറെ പുസ്തകങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. പേന ഇത് ചിലപ്പോൾ ഒരു ചില്ല് കൂട്ടിലുണ്ടാവും. ബെന്യാമിന്റെ ആട് ജീവിതം നോവൽ വന്നിട്ടുണ്ട്. ലക്ഷദ്വീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മണവപുത്രം ലക്ഷദ്വീപ് പ്രത്യേകിച്ച് ലക്ഷദ്വീപുകാർക്ക് അതുപോലെ തന്നെ പരിചയപ്പെടുത്ത ആവശ്യമില്ല. ലക്ഷദ്വീപിന് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച ഒരു സാഹിത്യകാരനാണ് നമ്മുടെ പ്രിയങ്കരനായ ബാഹർ സാർ. ഈ അടുത്ത് വരെ ഒരു പുതിയ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഞാൻ വാട്സപ്പിലൂടെ കണ്ടായിരുന്നു സാറ്. അപ്പൊ സാറിന് ലക്ഷദ്വീപ് സാഹിത്യത്തെ കുറിച്ച് അതുപോലെ ലക്ഷദ്വീപിലെ നിലവിലുള്ള സാഹിത്യകാരന്മാരും അവരെ കുറിച്ചും സാറിന് പറയാനുള്ള കാര്യങ്ങൾ. ലക്ഷദ്വീപ് സാഹിത്യ ചരിത്രം ആദ്യമായിട്ട് എഴുതിയ ബാഹറാണ്. ഇപ്പൊ പുറത്തിറങ്ങിയ പുസ്തകമാണ്. എല്ലാ ആളുകളും വായിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ അധ്യാപകർ ലക്ഷദ്വീപ് സാഹിത്യ ചരിത്രം വായിച്ചിരിക്കണം. കാരണം ലക്ഷദ്വീപിന്റെ മിക്കവാറും സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് ബാഹർ വളരെ ഭംഗിയായിട്ട് പുസ്തകം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏതാനും ഭാഗങ്ങൾ ഞാൻ വായിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ഒരു കൈപ്പുസ്തകമായിട്ട്, അധ്യാപകർക്ക് പ്രത്യേകിച്ചും. അത് നമുക്ക് മറ്റുള്ളവരുടെ സാഹിത്യം. അപ്പൊ അതുകൊണ്ട് ബാഹർ ആ കാര്യത്തിൽ വളരെ അഭിനന്ദനം അറിയിക്കുന്നു. ഒരു ഭാഷാധ്യാപകൻ എന്ന നിലയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതേ ഉള്ളൂ. ബാഹർ സാറ് സംസാരിക്കുന്ന മുമ്പ് ഇദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം പ്രേക്ഷകരോട് പറയുകയാണ്. അതായത് ലക്ഷദ്വീപില് ഏറ്റവും വലിയ റെഫറൻസ് ലൈബ്രറി ഉള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ അകത്താണ്. അതായത് ബാക്കി ഒരു സ്ഥലത്തും കിട്ടാത്ത എല്ലാ രേഖകളും ഇവിടെ കിട്ടും. അത്രയും കളക്ഷൻ വേറെ ലക്ഷദ്വീപിൽ ഒരു സ്ഥലത്തും ഇല്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഉണ്ടാവില്ല. കാരണം അത് ചെറുപ്പത്തിൽ നിന്ന് അദ്ദേഹം അതിനോട് താല്പര്യമുള്ളതുകൊണ്ട് ഒരുപാട് കളക്ട് ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാ മാഗസീനും ഇറങ്ങിയ സോവനീർ ആകട്ടെ, പിന്നെ മറ്റ് പത്രങ്ങൾ വന്ന ലക്ഷദ്വീപിനെ കുറിച്ചുള്ള ലേഖനമാകട്ടെ, എല്ലാം A to Z ലക്ഷദ്വീപിനെ കുറിച്ച് മൊത്തം ലക്ഷദ്വീപിൽ ആകെ ശേഖരണം ഉള്ളത് ഈ കുന്നാങ്കലം വീട്ടിലാണ്. ബാഹറിന്റെ 10 പുസ്തകങ്ങളോളം എഴുതിയിട്ടുണ്ട്. ഇനി ഒരുപാട് പുസ്തകങ്ങളുടെ പണിപ്പുരയിലാണ്. ലക്ഷദ്വീപ് സാഹിത്യ ഭണ്ഡാരം. അപ്പൊ ഇതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഞങ്ങൾക്ക് ബംഗാരം, തിണ്ടകര, കൽപ്പെട്ടിയൊക്കെ പോയി വന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ലേഖനം അടുത്ത് നമുക്ക് പുസ്തകം പ്രതീക്ഷിക്കാം. ലേഖനമല്ല, പുസ്തകം തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരുപാട് മനസ്സിൽ ഒരുപാട് ആശയങ്ങളുടെ കലവറയാണ് ഇദ്ദേഹം. സഞ്ചാര സാഹിത്യത്തിൽ വലിയ താല്പര്യം ബാഹർക്ക് അടുത്ത കാലത്തായിട്ടുള്ളത്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കുടുംബജീവിതത്തിന്റെ സന്തോഷം മറ്റൊരു മേഖലയിൽ കണ്ടെത്താൻ വേണ്ടിയതാണ് ഞാൻ ഹജ്ജ് യാത്രയെ കുറിച്ചുള്ള ഹജ്ജിന്റെ നിർവൃത്തിയിൽ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ വായിച്ച കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പുസ്തകം അതാണ്. അത് ശരിക്കും ഹജ്ജിന് പോകുന്ന ഒരാൾ അതിന് ആദ്യമായിട്ട് അതൊന്ന് വായിച്ചു. നമ്മളെ ലക്ഷദ്വീപിലെ ഒരാളെ വീട്ടിൽ നിന്ന് ഇറങ്ങി മുതൽ തിരിച്ചെത്തുന്നവർ എന്തെല്ലാം കർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നു, ഒന്നും വിട്ടുപോകാതെ നല്ല രീതിയിൽ ഒരു നോവൽ വായിക്കുന്ന ആ പ്രതീതി ഉണ്ടാവും. ശരിക്കും വായിച്ചു പോകുമ്പോൾ ഒരു ഫ്ലോയിലേക്ക് അങ്ങനെ പോകും. പുസ്തകങ്ങളെല്ലാം തീർച്ചയായിട്ടും അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഹജ്ജിനെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പുസ്തകം വേറിട്ട് നിൽക്കുന്നു. അത് ശരിക്കും വായിക്കണം. ഇസ്മായിൽ എഴുതിയിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ആ ഒരു പുസ്തകത്തെ എടുത്തു പറയാം. ഇപ്പം അതുപോലെ മിഴി തുറന്ന് മിനിക്കോയ് എന്ന് പറഞ്ഞ പുസ്തകം, മിനിക്കോയ് ദ്വീപിന്റെ ചരിത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് മിനിക്കോയ് ദ്വീപിനെ അത് മഹലിലേക്ക് വന്ന് പരിഭാഷപ്പെടുത്താൻ ഞാൻ മനോഹരമായിട്ട് ആലോചിച്ചിരുന്നു. സാഹിത്യത്തോടും എഴുത്തിനോടും സാഹിത്യ മേഖലയ്ക്ക് വളരാനുള്ള വളക്കൂറില്ലാത്ത ഒരു മണ്ണാണ് ലക്ഷദ്വീപ് എന്നാണ് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിനോട് തോന്നുന്നത്. അപ്പൊ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ സാഹിത്യ പ്രവർത്തനം ഇവിടെ നടത്തുന്നത്. പുസ്തകങ്ങളെ അങ്ങനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സ്വഭാവം വളരെ കുറവാണ്. വായനയും വളരെ കുറഞ്ഞ നിലവാരത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ രംഗത്ത് പ്രവർത്തിച്ച് മുന്നേറുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു സംഭവമാണ്. എന്നാലും ഈ രംഗത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുവാനുള്ള ഒരു പ്രേരണ ഈ പഠിക്കുന്ന കാലത്ത് തന്നെ പാഠപുസ്തകങ്ങളിലൊന്നും ലക്ഷദ്വീപിനെ പറ്റിയോ, ലക്ഷദ്വീപിലെ കൃതികളെ പറ്റിയോ, ലക്ഷദ്വീപിലെ വ്യക്തികളെ പറ്റിയോ, ലക്ഷദ്വീപിന്റെ പരിസ്ഥിതിയെ പറ്റിയോ ഉള്ള ഒരു പരാമർശവും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണ് അങ്ങനെയുള്ള രചനകൾ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹം. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ നിന്നും പഠിപ്പിക്കുന്ന സിലബസ് കേരള സിലബസ് ആണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ കേരളത്തിൽ എത്ര നദികളുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ കുട്ടികൾ പറയുമായിരിക്കും. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ചോദിച്ചാൽ പറയുമായിരിക്കും. നമ്മുടെ ലക്ഷദ്വീപില് എത്ര ദ്വീപുണ്ടെന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ അതിനെ ലക്ഷദ്വീപ് റിലേറ്റഡ് ചില കണ്ടന്റ് ചോദിച്ചാലോ, ചിലപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പൊ നമ്മുടെ സ്വന്തം ദ്വീപ് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വെച്ചാൽ വരെ നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ സാധ്യത കുറവാണ്. കാരണം നമ്മളത് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഇപ്പൊ നല്ലൊരു പോയിന്റ് തന്നെയാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ സ്കൂൾ തലത്തിൽ തന്നെ നമ്മുടെ ലക്ഷദ്വീപ് പശ്ചാത്തലമുള്ള പുസ്തകങ്ങളും കാര്യങ്ങളും വരണം. ആദ്യം നമുക്ക് നമ്മുടെ ചുറ്റുപാട് അറിയണമല്ലോ. നമ്മുടെ ചുറ്റുപാടിനെ പറ്റി പഠിക്കാത്തത് കൊണ്ട് നമ്മുടെ മാനസികമായ വിശാലതയും അതിനനുസരിച്ചാണ് വികസിക്കുക. കാരണം ചെറിയ ക്ലാസ്സിൽ ആ എന്ന അക്ഷരത്തിന് പഠിപ്പിക്കുന്ന ആദ്യത്തെ വാക്ക് അമ്മ എന്നാണ്. ഈ അമ്മ എന്നുള്ള ഒരു ചെറിയ കുട്ടി ഒരു ബുദ്ധി തെളിയുന്ന സമയത്താണ് അമ്മ എന്ന വാക്ക് പഠിക്കുകയും
പക്ഷെ ആ കുട്ടിക്ക് ഒരിക്കലും ജീവിതത്തിൽ അമ്മ എന്നൊരു ഒരു സംഭവം മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്യും. ആ കുട്ടി ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു വാക്കാണ് ആ കുട്ടി ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. അത് ഒരു വൈകല്യമായിട്ട് തന്നെയാണ് ഇനിയും തുടരുന്നത്. അതുപോലെ വേറെ ഒരു നില നമുക്കിപ്പോ സാഹിത്യ മേഖലകളിലേക്ക് നമ്മുടെ ചിന്തയെ ഒരു ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അതായത് വസന്തകാലം. ഈ വസന്തകാലത്തെ പറ്റിയാണ് എല്ലാ കവിതകളിലും പല ആവിഷ്കാരങ്ങളിലും ഒക്കെ വസന്തം ഇതായിട്ട് വരുന്നതാണ്. പക്ഷെ ഈ വസന്തം എന്ന് പറയുന്ന വസന്തകാലം എന്ന് പറയുന്ന ഒരു അനുഭവം ഒരു ദ്വീപുകാരനും ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദ്വീപിൽ അങ്ങനെയുള്ളൊരു നമ്മുടെ ഈ കവിതകളിൽ അല്ലെങ്കിൽ കഥകളിലൊക്കെ വായിച്ചറിഞ്ഞ വസന്തകാല അനുഭവം നമുക്ക് ദ്വീപിൽ അനുഭവപ്പെടാത്ത ഒരു വികാരമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില മാനസികമായ വൈകല്യങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിൽ എല്ലാ മേഖലയിലും ഉണ്ട് എന്നാണ് ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും. അപ്പൊ ദ്വീപിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ, അത് പരിസ്ഥിതിയെ പറ്റിയായാലും ചരിത്രത്തെ പറ്റിയായാലും ദ്വീപിലെ വ്യക്തികളെ പറ്റിയായാലും ദ്വീപിലെ പണ്ടത്തെ തലമുറ എഴുതിയ അറബി മലയാള കൃതികളെ പറ്റിയായാലും പൊതുസമൂഹത്തിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ രംഗത്ത് ഞാൻ ആകെ ലക്ഷ്യം വെക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു 10 പുസ്തകങ്ങൾ ഇതുവരെയായിട്ട് പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. 11ാമത്തേത് പ്രിന്റ് കഴിഞ്ഞു. അടുത്ത ആഴ്ച അത് പ്രകാശനം ചെയ്യപ്പെടും. എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയ ചിലപ്പോൾ സാറായിരിക്കും അല്ലേ? ആകാൻ സാധ്യതയുണ്ട്. ഇത്രയും പുസ്തകങ്ങളൊക്കെ എഴുതിയ ആൾക്കാർ അത് 10 ദ്വീപിനെ കുറിച്ചല്ല. ഒന്ന് ഒരു അജ്മീർ സുഗന്ധം തേടി എന്ന് പറഞ്ഞൊരു യാത്രാ വിവരണമുണ്ട്. അത് അജ്മീറിലേക്ക് യാത്രാ വിവരണം. യാത്ര പോയാൽ പിന്നെ ഹജ്ജ് യാത്രയെ പറ്റിയുള്ള അത് ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ദ്വീപിനെ കാര്യങ്ങൾ പറയുന്നത്. മറ്റുള്ളതെല്ലാം ദ്വീപിനെ ബേസ് ചെയ്താണ്. 10 പുസ്തകങ്ങൾ എഴുതി അതേപോലെ ഇസ്മായിലും 8-9 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇസ്മായിൽ പിന്നെ ഹാജി ഹുസൈൻ മരിച്ചുപോയി. ഇദ്ദേഹമായിരുന്നു ഈ ലക്ഷദ്വീപ് സാഹിത്യ പ്രവർത്തക സംഘത്തിന്റെ നെറ്റൽ എന്ന് പറയാം. എല്ലാ സ്ഥലത്തും ഓടി നടന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയക്കാരനാണ്, അതുപോലെ സാഹിത്യകാരനാണ്. ഏത് സമയത്തും ഏത് സ്ഥലത്ത് പോകാനും എപ്പോഴും ബില്ലിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യരായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയിട്ടാണ് മരിച്ചത്. നമുക്ക് ഒരുപാട് ഷോക്കായിരുന്നു. ഒരു വിടവെന്നും അദ്ദേഹം അതുപോലെ ഒരു 8ഓളം പുസ്തകം എഴുതി. ലക്ഷദ്വീപിനെ കുറിച്ചാണ് കൂടുതൽ റെഫർ ചെയ്യുന്നത് പുസ്തകങ്ങളാണ്. ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന പുസ്തകങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഞാൻ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാൻ ഒരുപാട് താല്പര്യം കാട്ടിയ ആളാണ്. അപ്പൊ മാത്രമല്ല ദ്വീപിനെ പറ്റിയുള്ള എന്ത് പുസ്തകം കിട്ടിയാലും ഞാൻ അത് വാങ്ങി വായിക്കുകയും അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് കിട്ടിയ ഒരു പുസ്തകമാണ് ഹസ്രത്ത് ഉബൈദുള്ള മദനിയും അറബിക്കടലിലെ കവി ദ്വീപുകളും എന്ന് പറഞ്ഞൊരു പുസ്തകം. അത് ആന്ധ്ര ദ്വീപില് മതപണ്ഡിതനായിരുന്ന PS ബർഹാനുദ്ദീൻ, അദ്ദേഹം ജീവിച്ചിരിക്കില്ല, അദ്ദേഹം എഴുതിയതായിരുന്നു. അത് എന്റെ അളിയൻ എന്ന ബാക്കിയാത്ത് വെല്ലൂരുള്ള ബാക്കിയാത്ത് സാലിഹാത്ത് അറബി കോളേജിൽ പഠിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന വഴിക്ക് പുള്ളി അത് ഇവിടെ വിതരണം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇപ്പൊ എന്റെ വീട്ടിലായിരുന്നു ഇത് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. അപ്പൊ അന്ന് മുതൽ അത് ഞാൻ വായിച്ചിരുന്നു. ആ ചെറിയ പ്രായത്തിൽ തന്നെ അതിന്റെ കുറെ കോപ്പികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് പിന്നെ അതിനുശേഷം എനിക്ക് കിട്ടിയ 2 പുസ്തകങ്ങളൊന്ന് അദ്ദേഹം ദ്വീപുകാരനായിരുന്നു എന്ന് പറഞ്ഞ പുസ്തകം. ഇവിടുത്തെ കിൽത്താൻ ദ്വീപിൽ എൻഗോയ ഹാജി ചെയ്തു. അത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കിട്ടിയത്. അപ്പൊ അത് ലക്ഷദ്വീപ് സ്കൂൾ പഠിക്കുന്ന സമയം മുതലേ കാലം മുതലേ വായിച്ചു തുടങ്ങി. അപ്പൊ അദ്ദേഹം ദ്വീപുകാരനായിരുന്നു. ലക്ഷദ്വീപിലെ ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം എൻഗോയ ഹാജി, വളരെ ചെറിയ പുസ്തകം. അതിനകത്ത് വളരെ കണ്ടൻസും വളരെ കുറവാണ്. എന്നാലും അതിനതിൻ്റെതായ ആ ഒരു കാലത്ത് കൂടുതലും ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാനായിരുന്നു കൂടുതൽ താല്പര്യം. ഞാൻ മറ്റ് എല്ലാ പുസ്തകങ്ങളും വായിക്കും. ആ കൂട്ടത്തിൽ ദ്വീപിനെ പറ്റിയുള്ള പുസ്തകങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായി. പിന്നെ അന്ന് നമ്മുടെ കോയക്കിടാവ് പോയ കൽപ്പേനിയിലെ അദ്ദേഹം ഒരു ഖാദുകുത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകം. ഈ 3 പുസ്തകവും എന്റെ അടുത്ത് അന്ന് മുതൽ ഞാൻ അത് സൂക്ഷിച്ചു വെച്ചു. പിന്നെ മറ്റൊരുപാട് പുസ്തകങ്ങൾ ഉണ്ടായി. അതൊക്കെ കൂട്ടി വെച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ബ്രീഡിലേക്ക് പഠിക്കാൻ പോയി. ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് പോയി. അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് കൂടുതൽ പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ടു. ഈ 3 പുസ്തകങ്ങളും അത് ഭദ്രമായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇതിലേക്ക് കൂടുതൽ ഇറങ്ങി ദ്വീപുമായിട്ട് എന്ത് പുസ്തകം കിട്ടിയാലും അന്ന് മുതൽ സൂക്ഷിച്ച് വെച്ചു തുടങ്ങി. അങ്ങനെയാണ് ഒരുപാട് ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഇപ്പൊ ഞാൻ അങ്ങനെയാണ് എന്ത് പുസ്തകം കിട്ടിയാലും എവിടെ ഇറങ്ങിയാൽ ഞാൻ അതിന്റെ ഒരു കോപ്പി വാങ്ങി വെക്കും. പിന്നെ കയ്യെഴുത്ത് പ്രതികളൊക്കെ ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് സൂക്ഷിച്ച് വെക്കും. അപ്പൊ പലരും ഇപ്പൊ ഈ ഗവേഷണത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് നോക്കും. അവർക്ക് കോപ്പിയൊക്കെ എടുത്ത് കൊണ്ടുപോകും. നമ്മളെ ആർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. സാറിന്റെ ജീവിതത്തിൽ സാറ് ലക്ഷദ്വീപിനെ കുറിച്ച് എഴുതിയ ആദ്യത്തെ പുസ്തകം ഏതാണ്? എന്റെ ആദ്യത്തെ പുസ്തകം തന്നെ ഒരു ലേഖന സമാഹാരം. അത് ദ്വീപിന്റെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അത് ആദ്യമായിട്ട് നമ്മളൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആണ് ആ പുസ്തകം. ഏകദേശം എവിടെ, ഏത് പ്രായത്തിലാണ്, ഏത് വർഷത്തിലാണ്? എനിക്ക് തോന്നുന്നു ഞാനൊരു 1982 മുതൽ എഴുതി തുടങ്ങി. സാർ പഠിക്കുന്ന സമയം? പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലം മുതൽ നമ്മൾ ചെറിയ ഉപന്യാസം പോലെ എഴുതി വെക്കും. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് എഴുതാൻ തുടങ്ങിയത്. അപ്പൊ അതൊക്കെ ക്രോഡീകരിച്ച് പിന്നെ നമ്മൾ ഒരു പുസ്തകം സാഗരദ്വീപിന്റെ സാംസ്കാരിക മുഖം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറക്കി. അപ്പൊ അതിനകത്തുള്ള ദ്വീപിലെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ അതിനകത്തുണ്ടാകും. ഒരു വ്യക്തികളെ പറ്റിയുള്ള ഉണ്ടാകും, ചില അനുഭവങ്ങൾ. അങ്ങനെ
ലേഖന സമാഹാരം ഒരു സമാഹാരം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങളെ അഹമ്മദ് നിക്ഷേപന്റെ കുളത്തോടെ ഞങ്ങൾ എന്നറിയപ്പെടും. അമേരിക്കൻ ദ്വീപിലാണ് അദ്ദേഹം അറബിട്ട് കിടക്കുന്നത്. അവിടെ മക്ബറയുണ്ട്. അദ്ദേഹം കുറെ അറബി മലയാള പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചില അറബി കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു ബയോഗ്രാഫി കുറച്ച്. പിന്നെ അതിന്റെ ഒരു രണ്ടാം പതിപ്പ്, പിന്നെ കുറെ ഒരു 10 വർഷത്തിന് ശേഷം അതിന്റെ രണ്ടാം പതിപ്പ് നടക്കും. അങ്ങനെ അത് പിന്നീട് കിൽത്താൻ ദ്വീപിലെ ഈ പഴയ നാടൻ പാട്ടുകൾ, മലപ്പാട്ടുകൾ, അതിനെ പറ്റിയുള്ള ഒരു പഠന കവി എന്നതിൽ കിൽത്താനിലെ കാവ്യപ്രപഞ്ചം എന്ന് പറഞ്ഞൊരു പുസ്തകങ്ങളൊക്കെ. അതിനെനിക്ക് 2012 ലക്ഷദ്വീപ് കലാ അക്കാദമി അവാർഡ് തന്നു ആ പുസ്തകത്തിൽ. പിന്നെ അതിനുശേഷം പിന്നെ ഹജ്ജിന്റെ നിർമ്മിതി അത് നാഷണൽ ബുക്ക് സ്റ്റാർ കോട്ടയം അവരാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ അതിനുശേഷമാണ് അജ്മീറിന്റെ സുഗന്ധന്റെ യാത്രാ വിവരണം. പിന്നീട് ഇറക്കിയത് ഒരു ലേഖന സമാഹാരം, തായ് നേരിൽ ഒരു ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു. അത് ലക്ഷദ്വീപിനെ പറ്റിയുള്ള കുറെ വിഷയങ്ങളെ പറ്റിയുള്ള ലേഖനങ്ങളുടെ ഒരു സമാഹാരം. പിന്നെ അതിന് ശേഷം ഇറക്കിയത് ലക്ഷദ്വീപ് ഗാനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ വിവിധ ദ്വീപുകളിലുള്ള ചില നാടൻ പാട്ടുകളൊക്കെ ക്രോഡീകരിച്ച് പിന്നീടാണ് പിന്നെ മിനിക്കോയിനെ പറ്റിയുള്ള ഒരു യാത്രാ വിവരണം. ആ പുസ്തകത്തിന് പ്രത്യേകത, ഒരു ദ്വീപുകാരൻ മറ്റൊരു ദ്വീപിലേക്ക് പോയ ഒരു യാത്രാ വിവരണം. അത് ആദ്യത്തേതാണ്. മറ്റാരും അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. മെയ് തുറന്ന് മിനിക്കോയിലാണ് അതിന്റെ പേര്. പിന്നീട് ഇപ്പൊ അതിനുശേഷം ഇറക്കിയിട്ടുള്ളത് ഒരു ലക്ഷദ്വീപ് സാഹിത്യ ചരിത്രം. അതാണ് ഇപ്പൊ ലക്ഷദ്വീപിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളുടെയും കുറിച്ചുള്ള ഒരു എല്ലാം ഒന്ന് രണ്ട് ആയിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത ഓർമ്മയിലില്ലാത്തതൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ഒരു പുസ്തകം പ്രിന്റിങ് കഴിഞ്ഞു, എത്തിയിട്ടില്ല. ലക്ഷദ്വീപിലെ ധോലിപ്പാട്ടുകൾ. അതിനകത്ത് ഒരു 100 ധോലിപ്പാട്ട് അങ്ങനെ ഒരു ടെക്നിക്കൽ വശങ്ങളൊക്കെ ഉണ്ടല്ലോ ധോലിപ്പാട്ടിന്. അതിനെ പറ്റിയുള്ള നമ്മുടെ അറിവിനനുസരിച്ചുള്ള ഒരു വിവരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാരോടൊക്കെ ബോധിച്ചു. ഇന്നുള്ള ധോലിപ്പാട്ട് ചില രൂപാന്തരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആന്ധ്രത്തിലുള്ള പോലെയല്ല, കിൽത്താനുള്ള പോലെയല്ല, അമേനിയിലുള്ള, അതിനൊക്കെ ചില മാറ്റങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു നമ്മുടെ ധാരണ അനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന് വേറൊരു ചില കാരണം പലരും നമ്മൾ വിളിക്കാറുണ്ട് പുറത്തുനിന്ന്. യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഗവേഷണം നടത്തുന്നവരൊക്കെ പിന്നെ ദ്വീപിലെ ചില വിഷയങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ ഇവർക്കൊന്നും ആശ്രയിക്കാൻ പറ്റിയ ഒരു പുസ്തകം എവിടെയുണ്ട്. ദ്വീപിലെ പത്രപ്രവർത്തനം, പിന്നെ ദ്വീപിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, തൊഴിൽ, കൾച്ചർ, മീൻപിടുത്തം, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളെ പറ്റിയൊക്കെ അറിയാൻ ആൾക്കാർ വിളിക്കും. അപ്പൊ അവർക്ക് ഏത് പുസ്തകം വായിച്ചാൽ കിട്ടും. അപ്പൊ അവർക്കൊക്കെ പെടണം എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മൾ ഈ രചനകളൊക്കെ പുറത്തുനിന്ന് ഒരാൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെ എന്തെങ്കിലും വൈബ്സ് ഇവിടുന്ന് കാണിക്കാൻ പറ്റിയ എന്തെങ്കിലും സ്ഥലങ്ങളോ അല്ലെങ്കിൽ ചരിത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന എന്തെങ്കിലും പ്ലേസസ് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അത് ആകെ ഒരു എടുത്തു പറയാവുന്നത് വടക്കു ഭാഗത്തുള്ള ഒരു അടിഞ്ഞബി കുളിക്കര എന്ന് പറയുന്ന ഒരു മക്ബറയാണ്. അവിടെ ഒരു അടക്കം ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയുടെ ഭൗതിക ശരീരമാണ്. അത് കടലിൽ നിന്ന് ഒഴുകി. സ്ത്രീയുടെ ഭൗതിക ശരീരമാണോ അല്ല എന്തെങ്കിലും ഒരു കൈ മാത്രം? ഇല്ല, ഒരു പൂർണ്ണമായ ഒരു സ്ത്രീയുടെ ശരീരമാണ് അവിടെ ഒഴുകി വന്നത്. അത് ഇങ്ങനെ എനിക്ക് ഇന്നൊരു ദേശം പ്രായമുള്ള ഒരാളിൽ നിന്ന് ഞാൻ ആ ഭാഗത്ത് പോയ സമയത്ത് അവിടെ നിന്ന് ഞാൻ സംസാരിച്ചപ്പോ അവർ പറഞ്ഞത് ഒരു കൈ മാത്രം അടിഞ്ഞു വന്നിരുന്നു. അത് കടലിന്റെ തീരത്ത് തന്നെ അവിടെ അവരടക്കം ചെയ്തിരുന്നു. പക്ഷെ വേറൊരാൾക്ക് കുറെ ദിവസം സ്വപ്നങ്ങൾ ഇങ്ങനെ നിരന്തരം കണ്ടു തന്നെ കടൽ തീരത്തേക്ക് ഇട്ടാണോ. പിന്നെ അതിനുശേഷം പിന്നെ അവരെടുത്തിട്ട് അതൊക്കെ കാലാന്തരത്തിലുണ്ടായ അങ്ങനെ സംസാരത്തിനിടയിൽ വന്നു പോയ ചില വൈകല്യങ്ങളാണ്. അത് പൂർണ്ണമായ ഒരു സാറിന്റെ ഒരു അന്വേഷണത്തിൽ കിട്ടിയ വിവരം എന്താണ്? അത് ഒരു 2 പേര് വല വീശാൻ പോയി വടക്ക് ഭാഗത്ത്. വീശിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു മയ്യത്ത്, നമ്മുടെ ദ്വീപവാസിയായ മയ്യത്ത് ഇങ്ങനെ ഒഴുകി വന്ന് ഇവരെ അടുത്ത് എത്തി. അപ്പൊ ഇവര് അങ്ങനെ തള്ളി വിട്ടിട്ട് ഇവരെ വല വീശാൻ. അപ്പൊ ഇത് വീണ്ടും ഒഴുകി വന്ന് ഇവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. ഇവിടെ ഇവരെ എടുത്ത് ഒരു ഓലയിൽ പൊതിഞ്ഞ് കെട്ടോൽ എന്ന് പറയും, അതിനകത്ത് വെച്ച് അവർ കടപ്പുറത്ത് കുഴിച്ചിട്ട് എന്നാ പറയുന്നത്. പിന്നീട് ഇത് തീരത്തന്നെ കുഴിച്ചിട്ട് പിന്നീട് ഈ വിവര നാട്ടിൽ പരക്കുകയും അതിന്റെ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. അന്ന് രാത്രി ഇവിടുത്തെ മതപണ്ഡിതന് ഇങ്ങനെ സ്വപ്നം ദർശനം ഉണ്ടായി എന്ന് പറയുന്നു. ദർശനം ഉണ്ടായി, ഇങ്ങനെ ഞാൻ ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് എന്റെ ശരി അങ്ങനെ അടക്കം ചെയ്ത് ശരിയായിട്ടില്ല, അതുകൊണ്ട് എടുത്ത് ഇസ്ലാമിക മത ആചാരപ്രകാരം സംസ്കരിക്കണം എന്നിങ്ങനെ. അങ്ങനെയാണ് പിറ്റേന്ന് ആളുകളൊക്കെ പോയി അത് ഒഴിച്ചെടുത്ത് അവിടെ മതമാടിയെന്നാണ് പറയുന്നത്. അതിന് ഒരു 200 കൊല്ലത്തെ 200 കൊല്ലത്തിന് താഴെയാണ് പഴക്കമുള്ളത്. അത് കൂടുതൽ. പിന്നെ ഉള്ളത് ആകെ കാണാനുള്ളത് ലൈറ്റ് ഹൗസ്. അത് ദൈവന്റെ ഒരു സൗന്ദര്യം കാണാനുള്ള ഒരു സ്ഥലം. ലൈറ്റ് ഹൗസ് നിർമ്മിക്കുന്ന സമയത്ത് അവിടെ കട്ടൊക്കെ വന്നു പോയ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇവിടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്, അവിടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ പഠിക്കുന്നത്. ആദ്യം അവർ അവിടെ ഒരു വലിയ കുളം പോലെ ഒരു വൃത്താകൃതിയിൽ ഒരു വലിയ കുളം പോലെ 2 ഇതുണ്ടാക്കിയിട്ട് ഫൗണ്ടേഷന് വേണ്ടിയാണ്. ഫൗണ്ടേഷന് വേണ്ടി. അപ്പൊ നമുക്ക് എന്താണെന്ന് അറിയില്ല. അത് വലിയ കുളമുണ്ട്, ഒട്ടക്കുളം എന്നാണ് പറയുന്നത്. 2 ഒട്ടക്കുളം കൂടെ ഉണ്ട്.
അപ്പൊ എല്ലാരും പോയി അല്ലെങ്കിൽ അതിനകത്ത് വെള്ളം കൂടെ അതിനകത്ത് തുള്ളി കുളിക്കുകയൊക്കെ ചെയ്യും. പിന്നീടാണ് അവർ അവിടെ നിന്ന് അത് ഫൗണ്ടേഷൻ ഇട്ട് അത് കെട്ട വാർത്ത് കെട്ടിയാണ്, റൗണ്ട് കെട്ട് കെട്ടി. അപ്പൊ നമ്മുടെ ദ്വീപിലെ ആൾക്കാരൊക്കെയാണ് അവർ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. പിന്നെ അതിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് അതിന്റെ പണി കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അതിന്റെ മുകളിലൊക്കെ കയറാൻ പറ്റില്ല. അത് മാത്രമേ അന്ന് അവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. ലൈറ്റ് ഹൗസ്, മറ്റേ ലൈറ്റ് ഹൗസ് തൊഴിലാളി യൂണിയൻ അവര് കളിക്കാനൊക്കെ വരും, ഫുട്ബോൾ മത്സരമൊക്കെ ഉണ്ടായി, ടീമൊക്കെ വരും. അപ്പൊ എല്ലാ നാട്ടുകാരെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അതിനകത്ത് വലിയ കോളനി പോലെ അവരെ ബിൽഡിങ്ങും കോമ്പൗണ്ടും ഒക്കെ വന്നപ്പോൾ അതൊരു നമ്മുടെ മറ്റു ഭാഗത്തൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ഒരു കാഴ്ച അവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അന്ന് കാലത്ത് ഇവിടെ വീടുകളൊക്കെ തന്നെ ചെറിയ വീടുകളൊക്കെ ആയിരുന്നല്ലോ, ഷെഡും അതേപോലെ വീടുകളൊക്കെ ആയിരുന്നു. പിന്നെ രണ്ട് സംഭവങ്ങൾ വെച്ചാൽ തെക്ക് വടക്കേറ്റ ദ്വീപ് അടിമേലിക്ക് പറഞ്ഞത്, ആ സ്ഥലത്ത് 2 കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകൾ നേരത്തെ തകർന്നു. ആദ്യം ഒരു നാഷണൽ പീസ് എന്ന ഷിപ്പാണ്, അത് ഓയിൽ ടാങ്കറാണ്, അത് തിരിച്ചിറക്കി കൊണ്ടുപോയി. പിന്നീട് അതിനുശേഷം ഇയർ കറക്റ്റ് ഓർമ്മയില്ല, ഇയർ പറയുന്നില്ല, 76 പിന്നെ വന്ന് ട്രാൻസ്ഫോറാം എന്ന് പറഞ്ഞ ഷിപ്പാ, അത് വന്നിട്ട് തകർന്നു. പിന്നീട് അത് അവിടെ തന്നെ മുങ്ങിപ്പോയി. ഇപ്പൊ അതിന്റെ അവശിഷ്ടമുണ്ട് ദ്വീപിൽ. ഈ കിൽത്താനിലെ ഏറ്റവും ഡൈവിംഗ് സ്പോട്ടാണ് ഇപ്പൊ അവിടെ, പലരും ഡൈവ് ചെയ്യുന്ന സ്പോട്ടാണ്. ആ ട്രാൻസ്ഫറിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ട് അവിടെ. അതിൽ കുറെ ഭാഗങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഫുള്ള് പൗയപ്പിറ്റെല്ലാം പ്രൊപ്പല്ലറിന്റെ ചില പ്രൊപ്പല്ലറുണ്ട്, പലതും കാണാൻ പറ്റും. പലരും വന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഈ ട്രാൻസ്ഫോർ കപ്പൽ അവിടെ കയറിയതിനു ശേഷം അപ്പൊ ഈ അതിനകത്തുള്ള ഓയിലൊക്കെ പകർന്നുകൊണ്ട് പോകാൻ വേറെ കപ്പലൊക്കെ അതിനകത്ത് തിരിച്ച് അതിലേക്ക് പമ്പ് ചെയ്ത് കൊണ്ട് മറ്റ് വലിയ കപ്പലിൽ കയറ്റി കൊടുക്കും. അങ്ങനെ ചെറിയ കപ്പലുകളാണ് അതിന്. അങ്ങനെ ഓടി വന്ന ഒരു കപ്പല് ഒരു സമയത്ത് ലൈറ്റിന്റെ ഈ കരയിൽ നിന്നുള്ള ലൈറ്റ് കണ്ട് ഇതാണ് കപ്പലെന്ന് തെറ്റിദ്ധരിച്ച് അവർ ഓടിക്കേറിയത് ഈ കുളിക്കരയുടെ നേരെ അടുത്തേക്കാണ്. അപ്പൊ അവർക്ക് ഇത് വരുമ്പോഴേക്ക് രാവിലെ ഞങ്ങളൊക്കെ നോക്കാൻ പോയി. അപ്പൊ അവര് ശരിക്കും അത് മണലിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ കടപ്പുറത്തുള്ള കരയിൽ കൊണ്ട് പിന്നെ ഇവരെ ഇറക്കാൻ വേണ്ടി ഇവരുടെ എല്ലാ പരിശ്രമങ്ങളും നടത്തി, എല്ലാ ക്രെയിനുകളും എല്ലാം ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റിയില്ല. അതിന്റെ പേര് പൂരക്കെന്നാണ് അതിന്റെ. എന്നിട്ട് നമ്മളെ ഇവിടുത്തെ ഒരു നാടൻ ആള്, ഒരു പ്രായമുള്ള ആയിവ എന്നാണ് ഞങ്ങൾക്ക് ആയിവ വിളിപ്പേര് അറിയപ്പെടുന്നത്. അദ്ദേഹം അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. കാലിവാലിലൊക്കെ മൂട്ടൊക്കെ ഭദ്രമായിട്ട് അടച്ച് കാലിവാലിൽ ഇതിന്റെ 2 സൈഡും വെച്ച് കെട്ടി വെക്കണം. കുറെ എണ്ണം വെക്കണം, ഒരു സൈഡിലും വെച്ചിട്ട് കെട്ടി വെച്ച്. അപ്പൊ വെള്ളപ്പം വേലിയേറ്റം ഉണ്ടായാലും കപ്പൽ മുകളിലേക്ക് വന്തി വരും. അങ്ങനെ ശരി. അത് ഈ അടുത്താണോ? അത് 74-ലാണ്. മരിച്ചു. അങ്ങനെ ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയൊന്നും പറയാനില്ല. പിന്നെ അവിടെ ഈ ഉജറ പള്ളിയുണ്ട്, അതിന്റെ മുമ്പിൽ 2 മക്ബറുണ്ട്. അവിടെ ഒന്നും അത് സ്മാരകം മാത്രമാണ്, അവിടെ ഇതൊന്നുമില്ല, കബറിടമൊന്നുമില്ല. അത് അവരുടെ ഓർമ്മക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ അഹമ്മദ് നക്ഷബന്ദിയുടെ അവിടെ തറവാടുണ്ട്, അതിപ്പോ അവരുടെ പിൻഗാമികളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനോ കേൾക്കാനോ ഒന്നും ഇല്ല. അത് തലമുറയൊക്കെ കഴിഞ്ഞു പോയത് കൊണ്ട് അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. സാഹിത്യ പ്രവർത്തക സംഘത്തില് നമ്മള് കണ്ണാടി ഭാഗത്ത് ഒരു മാഗസിൻ ഇറക്കിയ സംഭവം പറഞ്ഞില്ലേ, ഒരു 16 എഡിഷൻ മറ്റോ ഇറക്കിയിട്ടുണ്ട്. ത്രൈമാസിക ആണെങ്കിൽ അത് വാർഷികമായിട്ട് വർഷത്തിലാണ് നമ്മൾ ഇറക്കിയത്. പിന്നെ അത് സാമ്പത്തിക പ്രാരാബ്ദവും പലതരം ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിന്നു പോയിട്ടുണ്ട്. പക്ഷെ അത് ലക്ഷദ്വീപ് ഒട്ടുക്ക് സ്വീകാര്യമായ ഒരു മാഗസിൻ ആയിരുന്നു. അതായത് നമ്മുടെ ലക്ഷദ്വീപിലെ എഴുത്തുകാര് ഒരുപാട് പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറെ കാലത്തിന് ശേഷം നിന്നു, 4-5 വർഷമായിട്ട് ഇറങ്ങുന്നില്ല. പിന്നെ അതിനകത്ത് കുട്ടികളുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, കുഞ്ഞിക്കണ്ണാടി പാത്ത് എന്ന് പറയുന്നത്. കുഞ്ഞിനത് ചെറിയത്. അപ്പൊ അതിനകത്ത് വരുന്ന എല്ലാ ആർട്ടിക്കിൾ നോക്കി ഞങ്ങള് അവർക്ക് പ്രത്യേക അവാർഡ് കൊടുത്തു. അത് 12 വർഷം കൊടുത്തു. പിന്നെ ഞങ്ങള് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്തി ആദ്യത്തെ അവാർഡ് കൊടുത്തത് സാദിഖിന് കൊടുത്തു. പിറ്റത്തെ വർഷം അവരി റഹ്മാൻ കൊടുത്തു. പിന്നെ ബുക്ക് അവാർഡ് കൊടുത്തു. ലക്ഷദ്വീപ് സാഹിത്യ പുരസ്കാരം എന്ന് പറഞ്ഞ് ഏറ്റവും നല്ല പുസ്തകത്തിന് അവാർഡ് കൊടുത്തു. അതും കുറെ കാലത്തേക്ക് കണ്ടിന്യൂ ചെയ്തു. പിന്നെ കരയിൽ നിന്നുള്ള എഴുത്തുകാരൊക്കെ കൊണ്ടുവന്നു അവിടെ സാംസ്കാരിക സമ്മേളനമൊക്കെ നടത്തി. മറ്റേ സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഏർപ്പാടുകളും ചെയ്തു. ഇപ്പൊ നിലവിലെ ഈ സാഹിത്യ പ്രവർത്തക സംഘത്തിന്റെ നിലവിലുള്ള അവസ്ഥ ഇപ്പൊ ചിലപ്പം പ്രവർത്തനം അല്പം ഇതിൽ മന്ദഗതിയിലാണ്. അതിനുള്ള കാരണം ഇങ്ങനെ കൊറോണ വന്നതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ഒന്നും സംഘടിക്കാൻ പറ്റിയില്ല. പലരും പല ദ്വീപുകളിലായിരുന്നു. പല സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും ഇത് എല്ലാ ആവശ്യത്തിനും ഇപ്പൊ ഞങ്ങൾ 3-4 ഉദ്യോഗസ്ഥന്മാരുള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിനും ഞങ്ങൾ പൈസ മുടക്കണം. അങ്ങനെയുള്ള ഇതൊക്കെ വന്നപ്പോൾ പിന്നെ അങ്ങനെ ചില ഇതൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഇപ്പൊ ഓഫീസൊക്കെ ഉണ്ട്, എന്നാലും പ്രവർത്തനം വളരെ കുറവാണ്. ഇനിയിപ്പോ അതിന്റെ എന്തെങ്കിലും വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ഒന്നുകൂടി ശക്തിപ്പെടുത്താനോ അതിന്റെ പ്ലാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഡിസ്കഷനോ അതിനെ കുറിച്ച് എന്തെങ്കിലും? അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു ലോക്കൽ കമ്മിറ്റി എന്ന നിലയിൽ ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഒരു ലക്ഷദ്വീപ് തലത്തിൽ ഓരോ കമ്മിറ്റി എല്ലാ ദ്വീപിലെ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ്. അതിന് ഇസ്മത്ത് ഹുസൈനും
അവസാല കോയ മണ്ഡലിയുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരിപ്പോ കടമത്തൽ ദ്വീപിൽ അങ്ങനെ ഒരു യൂണിറ്റ് സംഘടിപ്പിക്കുകയും അവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ചെയ്തു. അടുത്തങ്ങനെ ഒരു വർഷത്തിൽ 1-2 ദ്വീപുകളിൽ അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. ദ്വീപ് യാത്ര എന്ന് പറയും. ഓരോ ദ്വീപിലും യാത്ര ചെയ്ത് അവിടുത്തെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകന്മാരെ കണ്ടുപിടിച്ച് അവരെ ഏകോപിപ്പിച്ച് അവരൊരു യൂണിറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരു സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളൊരു ലക്ഷദ്വീപ് തലത്തിൽ ഒരു ലിറ്ററസി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് വായനയുടെ പ്രാധാന്യം നമുക്കും അത് വേറെ ഒന്നിനും കിട്ടത്തില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറ ഇപ്പൊ കൂടുതലും മൊബൈലും അതുപോലെ തന്നെ നമ്മുടെ ദ്വീപിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ വന്നതുകൊണ്ട് അപ്പോൾ നെറ്റ് ഭയങ്കര ഫാസ്റ്റാണ്. പഴയ പോലെ ബഫറിംഗ് ഒന്നുമില്ല. അപ്പൊ കൂടുതലും റീൽസ്, ഷോർട്സ് ഇതൊക്കെ തലമുറ ഫുള്ള് അതിൽ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. പുസ്തകം വായിക്കുന്നതിൽ വളരെ വിരളമാണ് അല്ലെ? അപ്പൊ അതിനെ കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ വായന ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. രാവിലെ എണീറ്റ് നമ്മൾ പത്രമാണ് വായിക്കുക. ആ പത്രത്തിലൂടെ നമ്മൾ 1-2 ദിവസം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് ആ പത്രം കിട്ടാതിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് വരാം. ചായ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കണ്ണോടിച്ച് ചാനലുകളും മൊബൈലും എല്ലാം ഉണ്ടെങ്കിൽ പത്രം നിർബന്ധമാണ്. ആ ഒരു പത്രത്തിന്റെ അഭാവമാണ് ലക്ഷദ്വീപിൽ ഒട്ടുക്ക് കാണുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു. ഒരു ഡെയിലി ന്യൂസ് പേപ്പർ എന്നുള്ള ഇതിനു വേണ്ടി ഈവൻ ലാസ്റ്റ് ഇസ്മത്ത് വരെ കച്ചകെട്ടിറങ്ങി. 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം ലക്ഷദ്വീപ് ഡയറി എന്നുള്ള ഒരു പത്രവുമായിട്ട് വന്നിട്ട് പരാജയപ്പെട്ടു പോയി. വീണ്ടും മിസ്രാവ് എന്നുള്ള പത്രവുമായിട്ട് വന്നിട്ട് ഒരു 4-5 എഡിഷനോട് കൂടി അതും അസ്തമിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് നിലനിർത്താൻ ആർക്കും പറ്റിയില്ല. ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്, കടമ്പകൾ ഒരുപാടുണ്ട്. കാരണം നമ്മുടെ ജിയോഗ്രഫിക്കലായിട്ട് നമ്മുടെ ലക്ഷദ്വീപിന്റെ ഒരു സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട്, അതായത് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, രാവിലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ പേപ്പർ, അതായത് ഇലക്ട്രോണിക് മീഡിയ അല്ല, പേപ്പറിലൂടെ നമുക്കൊരു വായനാ സുഖം കിട്ടണം. അന്നത്തെ നടന്ന ന്യൂസുകൾ നമുക്ക് വായിക്കാൻ പറ്റണം. അത് ഡെയിലി നമ്മൾ രാവിലെ വീട്ടിൽ കിട്ടണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ദ്വീപുകാരെ കൊണ്ടെത്തിക്കാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ് ആവുക. അത്ര വരെ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ആ ഒരു പത്രം അത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് നടത്തണം എന്നുള്ളത്. പിന്നെ നിഷ്പക്ഷത മറ്റേതൊക്കെ അത് പിന്നീട് കയറി വരുന്നത്. അതിപ്പോ ഏത് പാർട്ടിക്ക് വേണമെങ്കിലും നടത്താം. പക്ഷെ ഡെയിലി നമ്മുടെ ദ്വീപിന്റെ സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും സാധ്യമാണ്. സാധ്യമല്ലാത്ത കാര്യമൊന്നും ഈ ലോകത്തൊന്നും ഇല്ലല്ലോ. എങ്ങനെയാണ് സാർ ഉദ്ദേശിച്ചത്? മൈൻഡിൽ എങ്ങനെയാണ്? മൈൻഡിലുള്ള ഒരു A4 ഷീറ്റിലുള്ള, നമ്മൾ പത്രം എന്ന് പറയുമ്പോൾ മറ്റേ പത്രത്തിന്റെ വലിപ്പം വേണ്ട, ഇതിൽ A4 ഷീറ്റിലുള്ള 4 പേജ് മാത്രമായിട്ട് ഓരോ ദ്വീപിലും സെന്ററിൽ ഇട്ടുകൊണ്ട് ഒരു ദ്വീപിൽ നിന്ന് അത് പ്രിപ്പയർ ചെയ്യുക. അവർ അയച്ചു കൊടുക്കുമ്പോൾ PDF പ്രിന്റ് ഔട്ട് എടുക്കുക. ദ്വീപിൽ ആരാണ് ആവശ്യക്കാർ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നിടുക. രാവിലെ എണീറ്റ് വരുമ്പോൾ ആ പത്രത്തിന്റെ ഹെഡിങ്ങോട് വായിക്കാനുള്ള ഒരു അവസരം കിട്ടണം. തീർച്ചയായിട്ടും സാധ്യമാണ്. പക്ഷെ അത് നമുക്ക് ഈ സാഹിത്യ പ്രവർത്തക സംഘത്തിന്റെ മുകളിലേക്ക് അതിടേണ്ട ആവശ്യമില്ല. പറയുകയാണ് അങ്ങനെ ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ വായനയിലേക്ക് ശരിക്കും കുട്ടികൾ വരും. കാരണം അത് തീർച്ചയായിട്ടും വായിക്കും. അതന്നെ ആ ഒരു അവസ്ഥയിലേക്ക് ആരെത്തിക്കും എന്ന് വെച്ചാൽ അതിൽ പഠിച്ച ജേർണലിസ്റ്റ്, ഇപ്പൊ MCJ പഠിക്കുന്ന കുട്ടികളുണ്ട്, പഠിച്ചു കഴിഞ്ഞ ഒരുപാട് പേരുണ്ട്. അവർക്ക് അവർക്ക് ജേർണലിസം പഠിക്കുന്നവരുണ്ട്, BA മലയാളം, MA മലയാളം, PhD വരെ ചെയ്ത ഒരുപാട് പേര്. വേറെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന ജോലി എന്താണ്? വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഈ ഫീൽഡിലൊക്കെ പഠിച്ചു വന്ന ഒരു കുട്ടി നമ്മൾ ഇതേപോലുള്ള ഈ പത്രപ്രവർത്തനം നിന്നു നമ്മുടെ ലക്ഷദ്വീപില് അവിടെ ലൈഫ് കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തിക ശേഷി അതിൽ നിന്ന് ലഭിക്കുമോ? തീർച്ചയായിട്ടും കിട്ടും. ആദ്യം അത് ഒരു 1-2 മാസം ഒരു പ്രതിസന്ധി ആയിരിക്കും. പക്ഷേ അതൊരു ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മളിപ്പോ വാട്സാപ്പിലാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, ലാക്ക് വോയിസ് ഉണ്ട്, ദ്വീപ് ഡയറി, അങ്ങനെ പലതുണ്ട്. ഇതിനെല്ലാവരും എന്ത് ചെയ്യും? ഒരു വൺ സൈഡ് പത്രമാണെന്നാണ് പറയപ്പെടുന്നത്. അത് കോൺഗ്രസ്സുകാരും ഇത് NCP പത്രമാണ്, NCP കാരും കോൺഗ്രസ്സുകാരും അങ്ങനെയാണ് പറയുന്നത്, പൊതുവെ പറയുന്നത്. പക്ഷെ ഇത് ഡെയിലി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു. കാരണം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളെ ദ്വീപ് എന്ന് പറയാൻ വളരെ ചുരുങ്ങിയ ഒരു സ്ഥലമാണ്. ഓരോരുത്തരെ അറിയാം. അപ്പൊ ഇതാരാണ് ഇറക്കുന്നത്, അവരേത് പാർട്ടിക്കാരാണ്, ഇതൊക്കെ വിലയിരുത്തിയാണ് ആൾക്കാർ നമ്മൾ വായിക്കുക. പക്ഷെ അതെല്ലാം മറികടന്ന് പോകാൻ ഒരു കൂട്ടായ്മയൊക്കെ സാധ്യമാണ്. ശരി, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഏറ്റവും പറ്റിയ ഒരു ഇതാണ് ലക്ഷദ്വീപിലെ ഒരു ദിനപത്രം. അങ്ങനെ തുടങ്ങി ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നല്ലൊരു രീതിയിൽ അവർക്ക് ഒരു ബിസിനസ് ലെവലിൽ തന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് 100% ഞാൻ ഉറപ്പ്. എന്റെ ഒരു വ്യൂ എന്ന് പറയട്ടെ, ജസ്റ്റ് എനിക്കിപ്പോ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കാരണം പൊതുവെ നമ്മുടെ മൊബൈലിന്റെ സാന്നിധ്യത്തോടു കൂടി നമുക്ക് മൊബൈലിലൂടെ എല്ലാ ന്യൂസും കാര്യങ്ങളും ഡെയിലി നമുക്ക് നോക്കാനും വായിക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ എന്റെ മൈൻഡിൽ തോന്നുന്ന ഒരു 10-30 വർഷം കഴിഞ്ഞാൽ നമ്മുടെ പേന ഇത് ചിലപ്പോൾ ഒരു ചില്ല് കൂട്ടിലുണ്ടാവും. അപ്പൊ എക്സിബിഷന് വേറെ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ട് പറയും ഇത് പണ്ടത്തെ ആൾക്കാർ എഴുതാൻ വേണ്ടി, ഇന്നിപ്പോ നമ്മൾ തൂവലൊക്കെ നോക്കുന്നല്ലേ, അതേപോലെ പണ്ടത്തെ അപ്പൊ അവർ കാണിക്കും ഒരു പണ്ടത്തെ നേരത്തെ നമ്മുടെ മുൻ തലമുറ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത്, അപ്പൊ ഇതിങ്ങനെ ഊരിയിട്ട് ഇതിൽ നിന്നുമാണ് ഇങ്ങനെ എഴുതുന്നത് എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ഒരു പുസ്തകം, ഒരു ചില്ലിക്കൂട്ടിൽ കുറെ പുസ്തകങ്ങൾ
അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും ഒരു ഇമാജിനേഷൻ ആണ്. കാരണം എനിക്ക് ഇടയ്ക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പൊ അവര് ഇങ്ങനെ എക്സിബിഷന് പോകുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഇതേക്കുന്നത്. അപ്പൊ ഉള്ള കുട്ടികൾ എന്താ ഒരു ടാബോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇതുണ്ടാവും, അതിൽ PDF ആയിട്ട് ബയോളജി ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ എല്ലാ ഇതും ആ ഒരു ഇതില് കിടക്കും. അങ്ങനെ ഒരു ഇത് എന്റെ മൈൻഡിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതിന് ഞാൻ നോട്ട് ചെയ്യാം. ഇപ്പൊ കേരളത്തിൽ നമ്മൾ കേരളം എടുത്താൽ മതി. കേരളത്തില് ചാനലുകൾ ഒരുപാടുണ്ട്. ഈ ചാനൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ പത്രം ഈ ചാനൽ വന്നതുകൊണ്ട് പത്രത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ട്? നേരത്തെ കൂടുതലാണ് ചെയ്തത്, കുറഞ്ഞിട്ടില്ല. നേരത്തെ സർക്കുലേഷൻ ഇതിനേക്കാളും ചില പത്രങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. വായനക്കാർ കൂടിയിട്ടുണ്ട്, പത്രങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പൊ അത് വായന കൂടും. അതൊരു പുസ്തകം ഇറങ്ങുന്നത് കുറഞ്ഞിട്ടില്ല. നേരത്തെ ഇറങ്ങിയ പുസ്തകത്തേക്കാൾ എത്രയോ കൂടുതൽ. ഇനി രണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ഒരു മൊബൈൽ റീഡിങ് ഒരു കഥ വായിച്ചു മൊബൈലിൽ, അതേ കഥ തന്നെ ഒരു പുസ്തകത്തിൽ വായിച്ച രണ്ട് എഫക്റ്റാണ്. കാരണം പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ ആ സൈക്കോളജിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റും വേറൊരു കാര്യം മൊബൈൽ ഇപ്പൊ ബെന്യാമിന്റെ ആടുജീവിതം ഇപ്പൊ നോവല് വന്നിട്ടുണ്ട്, സിനിമ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയതും കൂടുതൽ ചർച്ച വന്നത് ബെന്യാമിന്റെ ആടുജീവിതം നോവൽ നല്ലൊരു ചർച്ച വന്നതാണ്. അപ്പൊ അതിനേക്കാൾ ഉപരി സിനിമ വന്നപ്പോൾ ഒന്നുകൂടി കേരളം മൊത്തം ഏറ്റെടുത്തു എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. രണ്ടും വ്യത്യാസമുണ്ട്. സിനിമ കാണുമ്പോൾ 2.5 മണിക്കൂറിൽ ആ സിനിമയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ കാണാൻ പറ്റുന്ന സംഭവമാണല്ലേ. പക്ഷെ നോവൽ വായിക്കുമ്പോൾ ഓരോരുത്തരുടെയും വായന എന്ന് പറയുമ്പോൾ അവരുടെ ചിന്താഗതി എവിടെയോ പറന്നു പോകും. നമ്മുടെ ഇമാജിനേഷൻ ആണ് വരുന്നത്. പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പോൾ നജീബ് എന്റെ മനസ്സിൽ കാണുന്ന മനസ്സിൽ കാണുന്ന നജീബ്. സിനിമ ആകുമ്പോൾ അതിനകത്ത് മറ്റ് ഈ പ്രേക്ഷകരെ ആകർഷിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നോവലിലുണ്ടല്ലോ വായന എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. ഒരു വായന എന്ന് പറയുന്നത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. നേരെ ഒരു സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്കൊരു ഡിപ്രഷനാണ് ഉണ്ടാവും. ശരിക്കും ഏത് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. പക്ഷെ ഒരു നോവലോ മറ്റോ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഉണർവുണ്ടാവും. നമുക്കും സംതിങ് ചിന്തിക്കാനും. അങ്ങനെയാണ് വായനയുടെ ഈ തല കിടക്കുന്നത്. ശരിക്കും വായന അല്ലല്ല, വായന അങ്ങനെ തന്നെയാണ്. അത് ശരിക്കും വായന ഇഷ്ടപ്പെടാത്തവർക്ക് ഞാനൊക്കെ വായന എനിക്ക് ആടുജീവിതം എന്റെ സുഹൃത്ത് താജിറ്റിസിയ കൊണ്ടുവന്ന് ഞാൻ റംസാനിന്റെ ഒരു അത്താഴം തറാവി കഴിഞ്ഞ സമയത്ത് കൊണ്ടു തന്നാ. ഞാൻ അന്ന് ഫുള്ള് അത്താഴം വരെ അതിരുന്ന് ഫുള്ള് വായിച്ച. അതോട് അന്ന് രാത്രി ഫുള്ള് അത് കവർ ചെയ്തു. അപ്പൊ ഓരോരുത്തർ നമ്മുടെ സുഹൃത്തുക്കളാണ് പുസ്തകം തരുന്നത്. അത് വായിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ഒരു ചിന്താഗതിയും ആ ലെവലിലേക്ക് ചിന്തിക്കാനും ഒക്കെ കഴിയുന്നത്. അതുപോലെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ പുസ്തകം മറ്റ് ഇങ്ങനെ പുരാവസ്തുവാകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് താങ്കൾ പറഞ്ഞത്. അപ്പൊ പുസ്തകം ലോകത്തിൽ ഉണ്ടായി തുടങ്ങി എത്ര വർഷമായിട്ടുണ്ടാവും? 1000 years പുസ്തകം ഉണ്ടായത് മുതൽ ഇതുവരെയായിട്ട് പുസ്തകത്തിന് അങ്ങനെ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇതിന് അതിന്റെ രൂപത്തിൽ അതിന്റെ ഘടനയിൽ തന്നെയാണുള്ളത്. അതിന്റെ പേപ്പറിന്റെ ക്വാളിറ്റിയോ അതിന്റെ പുറം ബൈൻഡിങ്ങോ അതിന്റെ മറ്റേ പുറം കവറിന്റെ ഇതോ അതൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ കവിഞ്ഞ് അതിന്റെ രൂപത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് TV ആണെങ്കിലും ഫോണാണെങ്കിലും ടെലിഫോൺ ആണെങ്കിലും ഇതെല്ലാം പാടി മാറിയിട്ടുണ്ട്. അപ്പൊ മാറ്റം ഉണ്ടാകാതെ നിലനിൽക്കുന്ന ഒരു മാസ്മരികത ഒരു ശക്തി പുസ്തകത്തിനുണ്ട്. അത് മനസ്സിലാക്കാതെ അത് ഉൾക്കൊള്ളാതെ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. അത് ഉൾക്കൊള്ളുവാൻ എന്തോ ഒരു വൈമനസ്യം നമ്മുടെ ദ്വീപിലെ ആൾക്കാർക്ക് ഉണ്ടായിപ്പോയി. അത് മാറ്റിയെടുക്കാതിടത്തോളം കാലം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വികാസങ്ങളൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അതുപോലെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് കഴിയില്ല. കാരണം എനിക്കങ്ങനെ തോന്നാൻ കാരണം ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ സാധാ പഴയ ബോർഡുകൾ മാറിയിട്ട് സ്മാർട്ട് ബോർഡുകൾ വന്നു. അപ്പൊ അതിലൂടെ നെറ്റ് കണക്ഷൻ കൂടി ഉള്ളപ്പോൾ നമുക്ക് റെഫറൻസും കാര്യങ്ങളും ഇതിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് കുട്ടികൾക്ക് ബോർഡിലൂടെ തന്നെ കാണിച്ചു കൊടുക്കാനും ഇനി അതുമായിട്ട് റിലേറ്റഡ് വീഡിയോസ് ആണെങ്കിൽ അതും കാണിച്ചു കൊടുക്കാനും കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാനും കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന എന്റെ ഒരു സംശയമാണത്, ഈ പുസ്തകത്തിന് പകരം ടാബും കാര്യങ്ങളുമായിട്ട് അതേപോലെ ആകുമോ എന്നുള്ള ഒരു സംശയം. ഞാനൊരു ടീച്ചറാണ്, എനിക്കത് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ പകുതി പോലും എഫക്റ്റ് ഒരു വീഡിയോന് കിട്ടിയ ചില വീഡിയോ റെഫറൻസിനത്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മളെ കണ്ട് അത് കേട്ട് കഴിയുമ്പോൾ അതിൽ വളരെ ഒരു 2% ആണ് നമ്മുടെ മെമ്മറിൽ നിൽക്കുക. നേരെ വായിച്ചു കഴിഞ്ഞാൽ അവന്റെ ഒരു 50% അവന്റെ മെമ്മറിൽ ഉണ്ടാവും. ആ വായനയിലൂടെ അത് കയറി പോകുമ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ ഇങ്ങനെ വരാനുള്ള സാധ്യത. അങ്ങനെ ബൈജൂസ് എന്നുള്ള ആപ്പ് അല്ലേ, ഈ ബൈജൂസ് ആപ്പ് എത്ര പ്രൊഡ്യൂസറായിരുന്നു ഇയാൾ, ഇപ്പൊ എവിടെയുള്ളത്? ഇപ്പൊ ഒന്നുമില്ല, പാപ്പരായിരിക്കുക. അപ്പൊ അത് വ്യക്തമായ തെളിവാണ്. ആ ഒരു ആപ്പ് കൊണ്ടോ ഒരു ഇതുകൊണ്ടോ ആർക്കും പഠിപ്പിക്കാനൊന്നും സാധ്യമല്ല. അങ്ങനെ ഇപ്പൊ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ, അവരിന്ന് വീട്ടിൽ നിന്ന് കുത്തിയിരുന്ന് ഇതാണ്. അപ്പൊ നമ്മളെ ലൈവായിട്ട് നമ്മൾ കൊടുക്കുന്നത് പുസ്തകത്തിലൂടെ കിട്ടുന്നത് തന്നെയാണ്. അതെന്നും നിലനിർത്തും, അതൊന്നും ഒരിക്കലും തകർന്നു പോകില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക്. പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചു കിട്ടുന്ന അറിവ് ഒരിക്കലും നമുക്ക് വേറെ ഒന്നിലൂടെയും കിട്ടുന്നില്ല. അത് മാത്രമല്ല, പുസ്തകത്തിലൂടെ നമുക്ക് വായിച്ചു കിട്ടുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ മനസ്സിൽ മൈൻഡിൽ നിൽക്കാനൊക്കെ
സാധിക്കുന്നു. അത്രയും റെഫറൻസിന് ഏറ്റവും സൗകര്യമുള്ള പുസ്തകങ്ങൾ. കാരണം ഇപ്പൊ ഇത് ഗൂഗിളോ ഇന്റർനെറ്റ് പണി മുടക്കിയാൽ നിങ്ങളുടെ എല്ലാ എക്യുപ്മെന്റും വെറുതാണ്. പക്ഷെ പുസ്തകം അങ്ങനെ അത് വാങ്ങിച്ച് ഷെൽഫിൽ വെച്ചാൽ അത് കിടക്കും. കൈ സ്വന്തം കഴിഞ്ഞിട്ട് എടുത്ത് മറിച്ച് നോക്കാം. അത് കഴിഞ്ഞാൽ അടിച്ചവിടെ പണിയിരുന്നവരെ എനിക്കും അതിൽ വേറൊരു കാര്യം, പുസ്തകം ചിതലടിച്ചാൽ ഒരുപാട് ഇല്ല ശരിക്കും വായിക്കുക. വായനയിലൂടെ നമുക്ക് പിന്നെ ദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർ MP അടക്കമുള്ളവർ തീർച്ചയായിട്ടും ലക്ഷദ്വീപിൽ നിറങ്ങിയ പുസ്തകങ്ങൾ ശരിക്കും വായിച്ചിരിക്കണം. എന്നാലാണ് ദ്വീപിന്റെ സ്പന്ദനം, ദ്വീപിന്റെ തുടിപ്പ്, ദ്വീപ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുക. ആ മനസ്സിലാക്കിയാലല്ലേ നമുക്ക് വികസനം ഇവിടെ സാധ്യമാവുക. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ വേരുകൾ അറിയാതെ ഇവിടെ എങ്ങനെ വികസനം സാധ്യമാവുക? അപ്പൊ തീർച്ചയായിട്ടും ഫൈസലാണെങ്കിലും ഹംദുള്ളാണെങ്കിലും സാദിഖാണെങ്കിലും ആരൊക്കെയാണെങ്കിലും ഈ പുസ്തകങ്ങളൊക്കെ കേരളത്തിൽ ഇപ്പൊ അറിയപ്പെടുന്ന ശശി തരൂരൊക്കെ എങ്ങനെ അറിയപ്പെടുന്നത്? അവർ നല്ല എഴുത്തുകാരനാണ്, ഒരുപാട് വായിക്കുന്നത്. എല്ലാവരും ഏത് ആരും എഴുത്തുകാരും ഇപ്പൊ മമതയൊക്കെ എത്ര 100 പുസ്തകങ്ങളൊക്കെ എഴുതിയ ആളാണ്. ആ രൂപത്തിലാണ് അവർ അറിയുന്നത്. അത് മാത്രമല്ല, ചിത്രം വരേക്കും, പാട്ടെഴുതും, കമ്പോസ് ചെയ്യും. വാജ്പേയും ഇവരൊക്കെ കവികളൊക്കെ ആയിരുന്നു. അപ്പൊ വായനയിലൂടെ ആണ് ഇത് മാറ്റിയെടുക്കാൻ പറ്റുക. അതിനറിയാം. ഇപ്പൊ കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു പ്രൊഫഷൻ, കേരളത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പറെ കൂടെ വിളിച്ച് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഏത് വിഷയത്തെ പറ്റി ചോദിച്ചാലും അയാൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയും. നേരെ മറിച്ച് നമ്മുടെ ഇവിടുത്തെ MP മാരാകുന്ന ആൾക്കാർക്ക് പോലും അത്ര ക്വാളിറ്റി ഇല്ല. എന്നാൽ വായന ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആണ്. പത്രം വായിക്കും, ന്യൂസ് കേൾക്കും, എല്ലാ പുസ്തകങ്ങളും എല്ലാ വിഷയത്തെ പറ്റിയും അവർ തെറുവായിട്ട് അറിഞ്ഞു വെക്കും. ഇവിടെ അങ്ങനെ ആണെങ്കിൽ പോലും, ഈ കേരളത്തിൽ നിന്ന് വാർബർ ആണെങ്കിൽ പോലും നമുക്ക് ഒരാൾ പിടിച്ചിരിക്കാൻ പറ്റില്ല. അവരെ വാചാലത, അവർക്കുള്ള നോളജ് അതെല്ലാം എവിടെ നിന്ന് കിട്ടിയാൽ? ശരിക്കും പത്രവായന, പുസ്തകവായനയിലൂടെ ദ്വീപിനെ പറ്റി അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ദ്വീപിന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല. പ്രശ്നങ്ങൾ എന്താണ് അടിസ്ഥാന പ്രശ്നം എന്ന് മനസ്സിലാക്കാതെയാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം നിലപാടെടുക്കുന്നത്. അത് ഹംദുള്ളായാലും ഫൈസലായാലും ആരായാലും ശരി അങ്ങനെയാണ്. അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ഒരു കാഴ്ചപ്പാടില്ല. അവരെ അപ്പോഴേക്കുള്ള താല്പര്യത്തിനനുസരിച്ച് അവർ നിലപാട്, ബേസിക് ഇതിനെപ്പറ്റി അറിയില്ല. ഇപ്പൊ അകത്തിൽ ഞങ്ങൾ പോയി വന്നു, അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും വരുന്നത് എന്താ? നമ്മുടെ ചരിത്രവും മറ്റും അന്വേഷിക്കാനാണ്. പക്ഷെ അവിടെയുള്ള ഒരാൾക്കും ഭൂരിഭാഗം പേർക്കും എന്താ അവർ കൈകാര്യം ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഇനി അറിയുന്നവരെ കൈകാര്യം ചെയ്യുന്നില്ല. അങ്ങനെ പ്രശ്നം. അപ്പൊ ശരിക്കും അവർ വരുന്നത് എന്താണ്? ബീക്കുനി പാറ കാണാൻ പോകുന്നു, കപ്പിട്ടിയില്ല. അവിടെ പോയി ഇറങ്ങിയിട്ട് ഒരു ജസ്റ്റ് ഒരു ദ്വീപ് കണ്ടു വരുന്നു. ഇവിടെ ഒരു സംഭവം പാറയാണ്, ഇതിന്റെ പിന്നിലൊരു ചരിത്രം ഉണ്ടെന്ന് പറഞ്ഞു പറ്റിയ ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ കൊണ്ടുപോകുന്നവർക്ക് അതൊന്നും ആവശ്യമില്ല. അവരുകൊണ്ട് അവരെ ഇറക്കി വിടുന്നു, കടൽ കുറച്ച് തിരിച്ചു വരുന്നു. ചരിത്രങ്ങൾ അകത്തിലൊരു മ്യൂസിയം ഉണ്ട്, അതിലേക്ക് പോലും വിസിറ്റേഴ്സിനെ കൊണ്ടുപോകും. അത് ഭയങ്കര ദയനീയാവസ്ഥയാണ്. മ്യൂസിയം കണ്ടാൽ കരഞ്ഞു പോകും. കാരണം അതിന് താല്പര്യമുള്ളവരാണ് അവരെ നിയമിക്കേണ്ടത്. അത് ശരിക്കും പറഞ്ഞ ഒരു വേൾഡ് ക്ലാസ് ലെവലിലേക്ക് ഉയർന്നു വരികയാണ്. ഒരു ദിവസം 100ഓളം ടൂറിസ്റ്റ് ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അത് ഒരു MSc ആണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ലക്ഷദ്വീപ് ഗവൺമെന്റ് അത് ഒരു താല്പര്യം കൊണ്ടുപോകുന്നില്ല. അങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിലാണ് ആ ചരിത്രവും മറ്റേ സംരക്ഷിക്കുക. വരുന്ന ആൾക്കാർ ഈ കടൽ കാണാനല്ല വരുന്നത്, ഇതുപോലെയുള്ള ഭംഗികൾ മൊറീഷ്യസിലും മാൽദീവ്സിലും അവർ പോയാൽ പോലെ. നമ്മളെ ഭൂരിഭാഗം പേരും വരുന്നത് എന്താണ്? ഇതിനെ പറ്റി അറിയാനാണ്, പുസ്തകങ്ങളൊന്നും പരിചയപ്പെടുത്താനും അങ്ങനെയുള്ളതിന് ആരും ശ്രമിക്കുന്നില്ല. ആ ലെവലിലേക്കാണ് പോകേണ്ടത്. അവർ നമ്മൾ സംസാരിച്ചപ്പോഴാണ് അവർക്ക് അറിയുന്നത് ഇതൊക്കെ അറിയാൻ ഞങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവരോട് ഇപ്പൊ ഞാൻ ഈ പുസ്തകത്തിന്റെയും അതുപോലെ തന്നെ ഈ നമ്മുടെ മൊബൈൽ ടാബ്ലറ്റിലൂടെ നോക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയം നികത്താൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. ഒരിക്കലും ഞാൻ പുസ്തകത്തിനെതിരല്ല. ശരിക്കും പുസ്തകത്തിലൂടെ വായന അതിനെ കുറിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് പറഞ്ഞറിയിക്കേണ്ട ഒന്നല്ല അല്ലെ? പുസ്തകത്തിലൂടെ കിട്ടുന്ന വായന തീർച്ചയായിട്ടും അത് തന്നെ, അത് വേറെ ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മുടെ ഈ ടെക്നിക്കൽ വശങ്ങൾ ഒരിക്കലും പുസ്തകത്തിന് പകരമാവുകയില്ല അല്ലെ? അത് നമ്മുടെ ലക്ഷദ്വീപിലെ സാഹിത്യവും ഇത് വളർത്തിക്കൊണ്ടുപോകാൻ, ലക്ഷദ്വീപിലെ സാഹിത്യകാരന്മാരെയും സാഹിത്യവും അതുപോലെ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യകാരന്മാരും അവരെ പരിപോഷിപ്പിക്കാനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ചെയ്യാനും എന്തെങ്കിലും ചെയ്യാനുള്ള എന്തെങ്കിലും പദ്ധതിയോ കാര്യങ്ങളോ എന്തെങ്കിലും അത് ഞങ്ങളുടെ ലെവലിൽ നിന്നുകൊണ്ട്, സാഹിത്യ പ്രവർത്തക സംഘത്തിന്റെ ലെവലിൽ നിന്നുകൊണ്ട് അതിന് പരിമിതികളുണ്ട്. അതിന് ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. അത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഒന്നും ഞങ്ങൾക്കില്ല. എല്ലാവരും അവരവരുടെ സ്വന്തം നിലയിൽ സാമ്പത്തികമായി ചിലവഴിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും എക്കണോമിക്കലി ഭയങ്കര ഇപ്പോൾ ലക്ഷദ്വീപ് ബുദ്ധിമുട്ടുകയാണ്. അതല്ല, അത് സാധാരണ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹനം നൽകേണ്ടതാണ്. മറ്റു പല ഏജൻസികളുമുണ്ട്. ഇപ്പൊ സൗത്ത് സോൺ കൾച്ചർ സെന്റർ, അവര് നമ്മുടെ സംസ്കാരം കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് തരും. പക്ഷെ അതിന് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ റെക്കമെൻഡേഷൻ ആവശ്യമാണ്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ 1-2 വർഷങ്ങളായി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരു ബുദ്ധിമുട്ടേറിയ ഒരു വഴിയാണ് ഇപ്പോൾ സാഹിത്യ പ്രവർത്തന സംഘം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ നിന്ന് ഇപ്പൊ പോയിട്ട് യാക്കൂബ് മാഷി, അതുപോലെ തന്നെ ബഹാർ സാർ, സർഫറാസ് സാർ എല്ലാവരും നമുക്ക് വേണ്ടി തന്നത് വളരെ നല്ല ഫ്രൂട്ട്ഫുൾ ആയ ഒരു ചർച്ച തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലക്ഷദ്വീപിലെ സാഹിത്യം വളർത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് എന്നും മുൻകൈയെടുത്ത് ഇറങ്ങേണ്ടതാണ്. കാരണം നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്.
കാരണം നമുക്ക് നാം ആരാണെന്നോ നമ്മുടെ ദ്വീപ് ഏതാണെന്നോ നമ്മുടെ ദ്വീപിന്റെ സാഹചര്യം എന്താണെന്നോ നമ്മൾ വളർന്ന് വരുന്ന ഒരു സാഹചര്യവും കാര്യങ്ങളെല്ലാമാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നീടാണ് നാം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അങ്ങനെ ആയി കഴിഞ്ഞാലാണ് സാറ് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു രീതിയിലേക്ക് നമുക്ക് മാറിയെത്താൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും നമ്മുടെ കൾച്ചറും എല്ലാവരും നിലനിർത്തുക, കാത്തു സൂക്ഷിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. തൽക്കാലം ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും